ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ബേബി ഇൻ ദ യെല്ലോ അഥവാ മഞ്ഞയിലെ കുഞ്ഞു വാവ. നൈറ്റ് 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം. ഇതാണ് നമ്മുടെ മഞ്ഞയിലെ കുഞ്ഞു വാവ. ഓ, ഇവനെ ഫീഡ് ചെയ്യാനാണ്. നമുക്ക് സോഫയിൽ ഇരുത്തും. അടുക്കള എവിടെ ഈ വീട്ടിൽ? അതേ കിടക്കണം അടുക്കള. സെറ്റാട്ടാ, ഈ കൊച്ചു റിച്ചാണ്. വേണ്ട, അപ്പം എൻ്റെ കണ്ണ് തന്നെ കണ്ടില്ലേ? എൻ്റെ ഉണ്ടാ കണ്ണ് പാല് കുടിച്ച് അപ്പം തന്നെ അപ്പിട്ടു. ഇവിടെ ഒരു പൂച്ച ഇവിടെ ഒരെണ്ണത്തിന് നമ്മൾ കണ്ടായിരുന്നു. ചക്കര ഇവിടെ ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇതെന്താണിത്? കടലാ? അതേ ഇരിക്കുന്നു. ഇത് മറ്റേ സ്കീമാണ്. തിന്നാ തൂറുക ഉറങ്ങുക. അവനെ ഇവിടെ ഇരുത്തി. ഇനി എന്താ അതിൻ്റെ സോറി എടുക്കാൻ ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. ഓ, പ്രിൻസ് ആൻഡ് ദ ക്യാറ്റ്. അത് നമ്മളെ ഇറക്കാനല്ലേ, നമുക്ക് അടിച്ചുകൂടാ. നമ്മുടെ ഇറക്കാൻ ഉറങ്ങി. നമുക്ക് കാലടച്ച് പോവാം. വാച്ച് TV. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നമ്മൾ റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ. ചെക്കനെ എഴുന്നേറ്റ്. സെറ്റിൽ ബേബി. അയ്യോ, ചെക്കൻ ഇവിടെ ഇല്ല. അവന് ഓടാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നിലത്തടിച്ചാലോ? ഇത് നമ്മളെ തന്നെ നോക്കണം. ഇങ്ങനെ ഇരിക്കുന്ന ചെക്കൻ സീനാണ്. അത് വഴിയേ മനസ്സിലാവും നമുക്ക്. ഇത് കൊടുക്കാം. അവൻ്റെ വാതിലിൽ തന്നെ ആ പടമുണ്ട്. തട്ടിത്തെറിപ്പിനെ ഇഷ്ടപ്പെട്ടില്ല. അത് പറഞ്ഞിട്ട് പൂച്ചയാണ്. അപ്പോൾ നമുക്ക് പുറത്തിറക്കാം. ഉറങ്ങിയ ഇതെന്താണിത്? വണ്ടി പോയാണല്ലോ അതിനെ പോലെ ഇരിക്കുന്നു. നമുക്കൊരു പണിയില്ല. കൊച്ചിനെ തീറ്റിക്കുക, സ്നഗ്ഗി മാറ്റുക, ഉറക്കുക, ഇവിടെ വന്നിരിക്കുക. അതാണ് നമ്മുടെ പണി. ഉറങ്ങി, നമ്മളുറങ്ങി. അങ്ങനെ നൈറ്റ് 1 കഴിഞ്ഞു. ഇനി നൈറ്റ് 2 നമ്മൾ പോവാണ്. Get the bottle from fridge. Hey. പാൽക്കുപ്പി പോയി. ഇങ്ങോട്ട് പോയി അറിയില്ല. ഇതെവിടെ പോയി? ലോക്ക്ഡ്. ഈ വാതിൽ ലോക്കായി.
സോൾ റൺ തുറന്നു. എന്താണ് അവൻ്റെ മുഖം മാറി കണ്ട. നമുക്ക് ഇവന് ഇതിൻ്റെ അകത്തിട്ട് ഫ്ലഷ് ചെയ്താലോ. തിരച്ചു വന്നു തപ്പിയിട്ടത് കഴുകിച്ചാൽ മതി. നഗ്ഗിയും ഓടി. ഇവൻ്റെ എല്ലാ സുനാപ്പികളും ഇങ്ങനെ ഓടും. അടുക്കള തല്ലി പൊടിച്ചാലോ അതായിരിക്കും. മേളിലോട്ട് പോയിട്ടുണ്ട്. ഒളിഞ്ഞു നോക്കണം. അവിടെ പോയി. ഇതാ ചെക്കനല്ലേ. ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാം എടുത്ത് നോക്കാനൊക്കെ പറ്റും കേട്ടോ. അതായത് ഇതേ കണ്ട. ഇതിൻ്റെ അകത്തോട്ട് പോയി. തല തല്ലി വീണു. കിളി പോയി. ഇത് ഈവനുള്ള സ്നാഗിയൊക്കെയാണ് ചെക്കനെ ഇരിക്കുന്നത്. ഇനി അവനെ കൊണ്ട് ഓർക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇനി തിന്നാ ദൂരാ വേറെ പണിയൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടൊക്കെ എൻ്റെ കണ്ണിലൊരു തിളക്കം കണ്ടു. അവൻ്റെ മുഖമൊക്കെ മാറിയിട്ടാ കുത്തിയിൽ ഉരച്ചോണ്ട് പോവാണ്. പ്രിൻസ് ആൻഡ് റാബിറ്റ്. തട്ടിത്തെറിപ്പിക്കണം. ആ ബുക്കിലുള്ള പടത്തിലുള്ള പാവേനെ തന്നെ കൊടുക്കണം. മനസ്സിലായി. ചെക്കന് ഉറങ്ങി. കുറച്ചു നേരം കഴിയുമ്പോൾ എണീക്കും കേട്ടോ. സ്ഥിരമുള്ള പരിപാടിയുണ്ട്. ഇത് തുറക്കാൻ പറ്റും ഇല്ല. 3 ഫ്രീ സോളും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് തുറക്കാം. ഒന്ന് ഇരിക്കാനും സമ്മതിക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതാരാണ്. ഇത് മറ്റേ പാവല്ലേ. ഇത് അതിൻ്റെ ചെവിയൊക്കെ കീറി വെച്ചേക്കണം. നമുക്കെന്തോ പാഴ്സൽ വന്നു കേട്ടോ. ഇതേ ടോസ്റ്റി. മറ്റേ ടോസ്റ്റർ, ബ്രെഡ് ടോസ്റ്റർ. ഓക്കെ. അവിടെ എല്ലാം വെക്കേണ്ടത്. ആ പാവേനം പിച്ചി പറിച്ചെന്ന് തോന്നുന്നു. അതിൻ്റെ പഞ്ഞിയൊക്കെ ഇവിടെ കിടക്കണം. നമുക്ക് ഫൈനലി സം പീസ്. TV കണ്ട് നമ്മൾ എപ്പോഴും ഉറങ്ങണം. നമ്മൾ TV കൊണ്ട് ഉറങ്ങി. നൈറ്റ് 3 കഴിഞ്ഞിരിക്കുന്നു. അല്ല, നൈറ്റ് 2 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം 3 പോവുകയാണ് നമ്മൾ. വാച്ച് TV ഓൺ സോഫ. തേക്കം കാര്യത്തിൽ തുടങ്ങി. ചെക്കനെ ഒരിടത്ത് കിടന്ന് ഉറങ്ങിക്കൂടെ? ഇടയ്ക്കിടയ്ക്ക് എണീക്കണം എന്തിനാണ്? നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാം. കൊള്ളാട്ടാ. നമുക്ക് എന്ത് വേണേലും ഉണ്ട്. സാൻഡ്വിച്ച്, ബ്രെഡും ആദ്യം ഒരു സ്ലൈസ് ചീസ് വെക്കാം. ഇനി ഒരു ഒനിയൻ സ്ലൈസും വെക്കാം. പിന്നെ ഒരു ഹാം, 2 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 ഹാം,
എന്താണ് ഹാം. പിന്നെ ഒരു അനിയനും കൂടെ വെക്കാം. പിന്നെ ഒരു പീസും കൂടെ വെക്കാം. പിന്നെ ഒരു പീസ് ബ്രെഡ്. ഓക്കെ, അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ സാൻഡ്വിച്ച് റെഡി. ടോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ തിന്നണ്ട, അവൻ തിന്നാൻ മതി. മനസ്സിലായില്ലേ? നേരത്തെ ഇത്ര നീളം ഉണ്ടായിരുന്നില്ലല്ലോ. ഫ്രിഡ്ജ് 1.5 കിലോമീറ്റർ അകത്തോട്ട് പോകണം, എന്നാലേ താഴത്തേക്ക് കിട്ടുള്ളൂ. എനിക്കറിയായിരുന്നു അടയും ഇങ്ങനെ എന്തെങ്കിലും വരുമെന്ന് അറിയായിരുന്നു. ഓ, നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടാ. ഇതിൻ്റെ വാതിൽ 10ആണോ 11ആണോ? ഇതല്ലേ ഉണ്ട്. അതന്നെ. ഓ, അവന് ദേഷ്യം വന്നേട്ടാ. വായും പൊളഞ്ഞിരിക്കണുണ്ട്. കൊല്ലു ഒട്ടിട്ട് ഇവൻ സീനാകട്ടാ. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ആവുന്നത്. കണ്ട. ഓ, നമ്മളത് അറ്റാക്ക് ചെയ്യണം. വരച്ചാണ് അവനെ ഉപയോഗിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യണം. എൻ്റെ ഒരു എമർജൻസി ഗ്യാസ് അക്സോറിന് നോക്കാൻ തന്നെ പറഞ്ഞേക്കാം. എമർജൻസി ഗ്ലാസ് ഇതാണോ? അതിനെ ഉണ്ടാക്കി തിരികത് എവിടെയാണ്? ഉണ്ടാക്കി തിരിക്കോ. അത് തിരികെപ്പോഴത്തേക്കും തെറിച്ചു പോകും. പിന്നെ വന്നിരുന്നു. നമുക്ക് കഥ വായിച്ചു തന്നെയാന്ന് തോന്നുന്നു. എന്നെ തൊട്ടിട്ട് കിടത്തിയോ ഉണ്ടാവും സീനായി ഗൈസ്. സെറ്റ് ചെയ്ത ബേബി പിന്നെ ഏറില്ലാട്ടോ. പക്ഷേ സോറി ബുക്ക് വായിക്കാം. നമുക്ക് ആ ഫ്രീസോളം എടുക്കാം. അയ്യോ, ബുക്ക് ആയിട്ട് കാണാൻ അതായിരിക്കും. Prince and the Sheep. Just one. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ.